Greetings to all. Today we are going to take BPAG 174. Okay. 174 BPAG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് എടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇപ്പോഴത്തെ ദി പ്രസന്റ് എൻവയൺമെന്റ് ഈസ് കൺസേൺഡ് വേൾഡ് ഓവർ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. യു ക്യാൻ സീ ദാറ്റ്. അക്കാഡമിക് കൗൺസിലർ ആണ്, ഇഗ്നു റീജിയണൽ ഓഫീസ് കൊച്ചി. ഓക്കെ, യെസ്. അപ്പോൾ BPAG 174 ഇതിലെ 4 ബ്ലോക്കാണുള്ളത്. ബ്ലോക്ക് 1 കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 2 ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ബ്ലോക്ക് 3 എന്ന് വെച്ചാൽ അതിൽ ഹെൽത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷണം ഇതിൻ്റെ നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 4ാമത്തെ ബ്ലോക്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് നമുക്ക് പോകുമ്പോഴും ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെ 14 യൂണിറ്റ് ആണ് കേട്ടോ. 14 യൂണിറ്റ് ഉണ്ട് ഇതിൽ. ഓക്കെ, 14 യൂണിറ്റ് ആണ്. അത് 1 by 1 ആയിട്ട് വരും. ഓക്കെ, ടോട്ടൽ 14 യൂണിറ്റ്സ്, 4 ബ്ലോക്ക് ആണ് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് BPAG 174 ഇത്ര മനസ്സിലിരിക്കുക. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പുസ്തകത്തിൽ ഇല്ലാത്തതും ചിലത്. വാല്യൂ അഡീഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ അതും പറയും. അപ്പം അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമാകും. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാഷ്വൽ അപ്രോച്ച് പാടില്ല. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാരണം നമ്മൾ തന്ന കോഴ്സ് മെറ്റീരിയൽസ് വായിക്കണം. കാരണം വളരെ നല്ല കോഴ്സ് മെറ്റീരിയലാണ് ഇത്. ഇഗ്നുവിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കോഴ്സ് മെറ്റീരിയൽസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോഴ്സ് മെറ്റീരിയൽസ് കിട്ടിയാൽ നിങ്ങളെ അത് വായിക്കണം. ഒരു പ്രാവശ്യം അങ്ങനെ വായിച്ച് മനസ്സിലാവും. അല്ലാതെ പരീക്ഷയുടെ തലേ ദിവസം മാത്രം വായിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല. അങ്ങനെ മാർക്ക് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷ ചെയ്യരുത്. ആൻഡ് ഡോണ്ട് കമ്പയർ ഇത് ഈ നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വിത്ത് എനി അതർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ യഥാർത്ഥമാണ് അത് പറയുന്നത്. അക്കാഡമിക് വളരെ സ്ട്രോങ് ആണ്. നല്ലോണം എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ചിലയിടത്തുണ്ട് എന്തെങ്കിലും എഴുതിയിട്ട് മാർക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചിലരുണ്ടല്ലോ, എനിക്കറിയാം പലരും ജോലി ചെയ്യുന്നവരായിരിക്കും. അത് കുഴപ്പമില്ല, എല്ലാവരും ജോലി ചെയ്യണം. അതാണല്ലോ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ലേണിംഗ്. പക്ഷെ ഇവിടെ പ്രധാനം എന്താണെന്ന് അറിയോ? നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലും ഫോക്കസ് ചെയ്യണം. കാരണം പരീക്ഷയുടെ തലേ ദിവസം മാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വായിച്ചാൽ ഫലം കിട്ടില്ല. കാരണം അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കണമല്ലോ. കാരണം ക്വസ്റ്റ്യൻസ് അതിന് പിന്നെ വേറൊന്ന് ടെക്സ്റ്റിലുള്ളതും അത് റിലവൻ്റ് ആയിട്ടുള്ള മോഡേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ റീഡിങ് അതേമാതിരി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ന്യൂസ് പേപ്പർ എപ്പോഴും നിങ്ങൾ വായിക്കണം. ന്യൂസ് പേപ്പർ പറഞ്ഞാൽ വായിക്കേണ്ടത് രാഷ്ട്രീയം മാത്രമല്ല, അല്ലെങ്കിൽ സ്പോർട്സ് മാത്രമല്ല. ന്യൂസ് പേപ്പർ വായിക്കണം, എല്ലാം അറിയണം, എന്താണ് ലോകത്തിൽ നടക്കുന്ന, രാജ്യത്തിൽ നടക്കണമെന്ന്. പക്ഷേ പരമപ്രധാനമായ എഡിറ്റോറിയൽ നോട്ടാണ്. അതായത് ഒരു ദിവസത്തെ പ്രാധാന്യം ഏറ്റവും മെൻഷൻ ചെയ്തിരുന്നത് എഡിറ്റോറിയൽ പേജാണ്, നടുക്കിലത്തെ. അത് വായിക്കുക. അത് കുറേ ഇംഗ്ലീഷ് പേപ്പറാണെന്ന് വെച്ചാൽ വളരെ നോളേജ് നിങ്ങൾക്ക് കിട്ടും. കാരണം അവിടെ നടക്കുന്നതും നമ്മുടെ ഓരോരോ രാജ്യത്തിൻ്റെ ഓരോരോ സുപ്രീം കോടതി ജഡ്ജിമെന്റ് പല ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വളരെയധികം അവയർനെസ് വരും. അപ്പോൾ റീഡിങ് ഹാബിറ്റ് വേണം. എന്തിനെ ഏതിനെ എന്ന് ചോദിക്കരുതേ. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ നോളേജ് കിട്ടുന്നത് നമ്മളൊക്കെ തന്നെ അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാലേ കിട്ടും. അപ്പം നോളേജ് പറഞ്ഞാൽ വായന ഇതുകൊണ്ടും കിട്ടും പലതും. വായിക്കാതിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റീഡിങ് ഹാബിറ്റ് ഷുഡ് ബി
cultivated, number one. And whenever you get a time, always you read the course materials and other thing. It will help you. അല്ലാതെ നമ്മൾ സാധാരണ പരീക്ഷയുടെ തലേദിവസം നമ്മൾ പോയാൽ ഇത് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സ് വേറെ നിങ്ങൾക്ക് പുസ്തകം നോക്കിയാൽ മനസ്സിലായത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന്. കാരണം പല റിനൗണ്ട് പേഴ്സണാലിറ്റീസ്, എക്സ്പേർട്സ് ഇൻ ദ റിലവൻ്റ് ഏരിയ അല്ലാതെ ഇപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി കാണാൻ ഒരാൾ തന്നെ ഒരു ബുക്ക് ഉണ്ടാക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതല്ല, ഇതപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എത്ര പേരാണ്? 1 2 3 4 5 6 7 കോളേജസിലെ പ്രൊഫസേഴ്സാണ് ഈ 14 യൂണിറ്റ് ഉണ്ടാക്കിയത്. 1 2 3 4 5 6 7 റിനൗണ്ട് പ്രൊഫസേഴ്സാണ് ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കിയത്. ഓരോരോ ഡിഫറെൻറ്റ് റിപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക ഈ പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ റീഡിങ് ഈസ് എ മസ്റ്റ്. അത് സമയം കിട്ടുമ്പോഴെല്ലാം. പിന്നെ നിങ്ങൾ എനിക്ക് സമയമില്ല പറഞ്ഞിട്ടിരിക്കരുത് കേട്ടോ. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് വേണ്ടി സമയം കാത്തിരിക്കില്ല, സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ടൈം ആൻഡ്, ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ, ആദ്യമത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. കടലിലെ തിരമാലയും സമയവും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. കടലിലത്തെ തിരമാല വരുമ്പോൾ വേണ്ട, അങ്ങോട്ട് പോകാൻ തിരമാല വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അതേമാതിരി സമയം 31 32 33 അങ്ങനെ പോണ സൂചി പോണ സമയത്ത് വേണ്ട, 32 അവിടെ നിൽക്കട്ടെ പറഞ്ഞ് നിൽക്കുമോ? അതേമാതിരിയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം അതായത് സമയം എത്രയുണ്ടോ അത് എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ധനികനും സാധുക്കൾക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് തന്നിട്ടുള്ള ദൈവം. ആ 24 മണിക്കൂർ മുകേഷ് അംബാനി ആയിക്കോട്ടെ, അഡാനി ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ബിൽ ഗേറ്റ്സ് ആയിട്ട് ആരായിക്കോട്ടെ, അവർക്ക് 24 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണോ, ദർ ലൈഫ്, അവിടെയാണ് നിങ്ങളുടെ കഴിവ്. അത് എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യണം. പഠിക്കാം, ജോലി ചെയ്യണം, തീർച്ചയായിട്ടും ജോലി ചെയ്യണം. ഞാനും അതെ, ജോലി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ പഠിച്ചത്. മനസ്സിലായോ? ഈ ജോലി വളരെ 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 എന്താ പറയണ്ട തിരക്ക് പിടിച്ച ജീവിതത്തിൽ രാത്രി ഇരുന്നിട്ടാണ് ഞാനും പലതും പഠിച്ചത്. ഹൈ ലെവലിൽ എത്തിയതും അതേമാതിരിയാണ്. ഐ വാസ് ഓൾസോ ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ്. ഐ വാസ് ഓൾസോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് DRDO, ISROയിൽ പ്രൊജക്റ്റിൽ ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഞാനും പഠിച്ച് നിങ്ങളെ മാതിരിയാണ്. പക്ഷേ പഠിക്കുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യണം. പാസ്സാകും. അതെന്തറിയോ, ചിലവർ ഇപ്പോൾ ഒന്നാമത് ഇവിടെ കാണാം, നമ്മുടെ കേരളത്തിൽ ചിലവർ PSC എഴുതും, സിവിൽ സർവീസ് പഠിക്കും, എല്ലാം കൂടി പഠിക്കും, അതിലും ഒന്നുമില്ലാണ്ടാവും. ഇന്നലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരു കുട്ടി, ഞാനിത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയണം. ഒരു കുട്ടി എന്നോട് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ സാറേ എങ്ങനെയാണ്, മാർക്ക് എത്രയാണ് കിട്ടിയത്, എത്രയാണ്, അതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വാട്ട് യു ആർ ഡൂയിങ്? അപ്പോൾ പറഞ്ഞു, ഞാൻ മാസ്റ്റർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാനായിട്ട് ചേർന്ന്, അതിനോടൊപ്പം തന്നെ LLB പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ രണ്ടും ഇങ്ങനെ ഒരേ സമയത്ത് നിങ്ങൾ നടക്കുന്നത്, രണ്ടും പ്രൊഫഷണൽ കോഴ്സാണ്. 2 പ്രൊഫഷണൽ കോഴ്സ് ഒരേ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേമാതിരി സിവിൽ സർവീസിലും. സിവിൽ സർവീസ് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി യു ടു ഡിവോട്ട് ഫോർ ദാറ്റ്. LLB ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ എങ്ങനെ എല്ലാം കൂടി അതും ഇതൊക്കെ കൂടി എത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതെടുത്താലും എടുക്കണ്ടെന്നല്ല പറഞ്ഞ് നിങ്ങൾക്ക് അത്രത്തോളം കഴിവുണ്ട് എടുക്കുക. പക്ഷേ ഫോക്കസ് ചെയ്താലല്ലേ മാർക്ക് കിട്ടൂ. പിന്നെ പാസ്സായാൽ മാത്രം പോരാ, അത് നല്ല മാർക്കോട് കൂടി പാസ്സാവണം. ഈ നോളജ് എന്ന് പറയുന്നത്, അതായത് അത് ഫ്യൂച്ചറിൽ ജോബ് ചെയ്യാൻ വേണ്ടി അത് അപ്ലൈ ചെയ്യാനുള്ള കഴിവും വേണം. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ. പഠിച്ചിട്ട് നമ്മൾ ഗ്രാജുവേഷൻ ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തായിക്കോട്ടെ, ഒരു ലെറ്റർ പോലും എഴുതാൻ വയ്യാത്ത ചിലവരുണ്ട്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ജോലി ചെയ്യുന്ന സമയത്ത്? ജോബ് ഓറിയന്റഡ്, എംപ്ലോയ്മെന്റ് വൃത്തിയായിരിക്കണം എപ്പോഴും പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുക? ഒരു ദിവസം കൊണ്ട് കിട്ടില്ലല്ലോ. വായനാശീലം വേണം. എന്താണ് നടക്കുന്നതെന്ന്, ലോകത്തിൽ എന്താ നടക്കുന്നത്, രാജ്യത്ത് എന്താ നടക്കണേ എന്ന് നമ്മൾ അറിയണം. എന്നാലല്ലേ നമ്മുടെ ഇതൊക്കെ ഉണ്ടാവുമോ, നോളജ് ഇങ്ങനെ വർദ്ധിക്കാൻ പറ്റുമോ. നോളജ് ഇല്ലാണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുക, അതും കൂടി ഉണ്ടല്ലോ. എസ്പെഷ്യലി നവഡേയ്സ് നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. അപ്പോൾ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പലതും ടെക്നിക്കൽ ആസ്പെക്റ്റാണ് വരുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്.
പല കാര്യം, ക്ലൈമറ്റ് ചേഞ്ച്, അത് ഇത് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധയോട് ഇറ്റ് ഈസ് അപ് ടു യു ടു ടേക്ക് എ ഡിസിഷൻ. നല്ല വിധത്തിൽ വായിക്കുക. കാരണം നല്ല കോഴ്സ് മെറ്റീരിയലാണ് ഇഗ്നുവിൻ്റെ. എനിക്ക് എത്രയോ പല യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്ത, പലയിടത്തും വർക്ക് ചെയ്ത, ഞാനും പ്രിൻസിപ്പളായിരുന്നു. 16 MBA കോളേജിൻ്റെ റീജിയണൽ ഡയറക്ടറായിരുന്നു, റീജിയണൽ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. സോ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, നല്ല കോഴ്സ് മെറ്റീരിയൽ ആണ് ഇത്. അപ്പം അത് നിങ്ങൾ വായിക്കുക, പ്രോപ്പറായിട്ട് വായിച്ച് എഴുതിയാൽ. പിന്നെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്, അസൈൻമെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അതേമാതിരി പരീക്ഷയ്ക്ക് അതേ പഠിച്ച് നന്നായിട്ട് എഴുതണം. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണ് മാർക്ക് അലോട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ എഴുതണം. ഓക്കെ. ബ്ലോക്ക് ടോട്ടൽ 4 ബ്ലോക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് 14 യൂണിറ്റ് ആണ്. ഇതിൽ യൂണിറ്റ് 1 നോക്കൂ. മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ. ഇതില് എന്താണ് സസ്റ്റൈനബിൾ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറഞ്ഞാൽ നോക്കൂ, മലയാളത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുസ്ഥിരമായ വികസനം. സുസ്ഥിരമായ വികസനം, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞ സുസ്ഥിര ഡെവലപ്മെന്റ് അല്ല. അവർ പറയും പലതും, അത് കഴിഞ്ഞിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അതല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട് എങ്കിലാണ് ഒരു രാജ്യത്തിന് വികസിക്കാൻ പറ്റൂ. അതേമാതിരി അത് രാജ്യം വികസിച്ചാലാണ് ജനങ്ങളുടെ ജീവിത രീതി മാറൂ. അല്ലെങ്കിൽ ജോബും ഇല്ല, യാതൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ അതുപോലെ വരുന്നു. ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തിനാണ് ഈ ഡെവലപ്മെന്റ് എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിന്റെ അർത്ഥം നേച്ചർ ഏത് വിധത്തിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സുസ്ഥിരമായ എങ്ങനെ ഡെവലപ്മെന്റ്. പിന്നെ എന്തെല്ലാം പ്രിൻസിപ്പിളാണ് അതായത് ഫ്യൂച്ചർ, ഭാവിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട എന്തെല്ലാമാണ്. നമ്മൾ ഭാവിയെ പറ്റി ആലോചിക്കുന്നില്ല. കിട്ടുന്നതെല്ലാം മുഴുവൻ നമ്മളെ ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസോ, വെള്ളമായിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, എന്ത് കുഴിച്ചെടുക്കണമെന്ന് വിചാരിക്കുക. നമുക്ക് നമ്മുടെ കാര്യം, ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ മതി. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ ജനറേഷൻ? വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളെ നീക്കി വെച്ചിട്ടുണ്ടോ? കാരണം അടുത്ത ഒരു വാർ എപ്പോഴെങ്കിലും അഥവാ ഉണ്ടാകുന്നെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. വെള്ളം കിട്ടില്ല, പലയിടത്തും വെള്ളം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, കിണറിലെ വാട്ടർ ലെവൽ എല്ലാം താണു പോകുന്നു. മനസ്സിലായി? നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അതേമാതിരി എന്താ സംഭവിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മെഷീൻസ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഏറ്റവും പാതാളത്തിൽ പോയിട്ട് പോലും വെള്ളം എടുക്കാനുണ്ട്. അപ്പൊ എന്തുണ്ട്, വെള്ളമെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ചെയ്യുന്ന അവസാനം എല്ലാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഡ്രെയിൻ ആവുന്നു. നമ്പർ 1. നമ്പർ 2 നോക്കൂ. കോലാർ ഗോൾഡ് മൈൻ, സ്വർണ്ണഖനിയാണ് നമ്മുടെ കർണാടകയിൽ. ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിരുന്നു. ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. കുഴിച്ചെടുത്തു, സ്വർണ്ണല്ലേ, എല്ലാവർക്കും ആവശ്യമല്ലേ, പിന്നെയും കുഴിച്ചെടുത്തു. അങ്ങനെ കുഴിച്ചെടുത്ത് ഇപ്പൊ കിണർ മൂടി, ഒന്നുമില്ല. അങ്ങനെ പല നാച്ചുറൽ റിസോഴ്സസും നമുക്ക് ഉണ്ട് പലയിടത്തും. അതെല്ലാം നമ്മൾ ദുരാഗ്രഹമല്ലേ നമുക്ക് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് കിട്ടിയാലും പോരാ, കൂടുതൽ വേണം പറഞ്ഞ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പൊ നമുക്ക് പൊല്യൂഷൻ, വെഹിക്കിൾസിന്റെ പൊല്യൂഷൻ, നമുക്ക് ഓരോ അസുഖങ്ങൾ, അതുകൾ എന്തിനാണ് ചിലത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ, നമ്മൾ വളർന്നു വരുന്ന തലമുറയെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നൗ ഇവിടെ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ട് ആണ് അടുത്തത്. ഇതൊന്ന് ആദ്യം വായിക്കട്ടെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹാസ് an important role and plays in the discourse of development. സുസ്ഥിര വികസനം, ഡെവലപ്മെന്റ് പറഞ്ഞ വളരെ അത്യാവശ്യമാണ്. സുസ്ഥിരമായി നമ്മുടെ യഥാർത്ഥത്തിൽ സുസ്ഥിര വികസനം ഉണ്ടോ? പല സംസ്ഥാനം പലവിധമാണ്. ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടു നമ്മൾ ഇവിടുന്ന് ഒരു പ്രസ് കോൺഫറൻസ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അദ്ദേഹം ഫോറിൽ പോയിട്ട് എങ്ങനെയാണ് പിന്നെ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ട്, പിന്നെ അതായത് നേഴ്സുമാരെയും മറ്റേ ഡോക്ടർമാരെയും നമ്മുടെ ആളുകളെ അവിടെ എങ്ങനെ ജോലിയാക്കുക, അതിനാണ് ഒരു ചീഫ് മിനിസ്റ്റർ. അമേരിക്കയിൽ എങ്ങനെ ജോലി കിട്ടുക, അല്ലെങ്കിൽ ജർമ്മനിയിൽ എങ്ങനെ ജോലി കിട്ടുക, അല്ലെങ്കിൽ ഞാൻ കുറ്റം പറയല്ല കേട്ടോ. അതായത് ഈ ഡെവലപ്മെന്റ് പറഞ്ഞാൽ എന്താണ്,
നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യം ആദ്യം വികസിക്കും, എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കൂ. അപ്പൊ നമ്മുടെ രാജ്യം വികസിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? അതല്ലേ ആദ്യം പറയേണ്ടത്. അപ്പൊ അതിനെന്ത് ചെയ്തു? അതല്ലേ നമ്മൾ നോക്കണ്ട. അല്ലാണ്ട് അവിടെ നമ്മൾ കൊളാബറേഷനോ, ഇവിടെ ഏതെങ്കിലും കൊളാബറേഷനോ. ഇനി ഞാൻ ഒന്നും കൂടി പറയാം, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇത് രാഷ്ട്രീയമല്ല. ഞാൻ വെറും അക്കാഡമിക്കാണ് പറയണത്. ഒരിക്കലും, കാരണം ഇത് ഓപ്പൺ ഇതാണ്, ഒരിക്കലും ഒരു വിധത്തിലുള്ള രാഷ്ട്രീയം യാതൊന്നുമില്ല. ആസ് എൻ അക്കാഡമിക് ഇതിലാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇതില് പിന്നെ വേറെ ഒരു ഇതാണ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വേറെ ഏതോ കോളേജിൽ പിന്നെ നമ്മൾ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കേട്ടു ഞാൻ ഒരു പ്രസ് കോൺഫറൻസ്. ഫോറിനിലെ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട്. നോക്കൂ, ഇത് ആരോടെ പറയുന്നത്? കാരണം നമ്മുടെ വേൾഡ് റാങ്കിങ്ങില് 250, 260 അല്ലെങ്കിൽ 270 റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ് ടൈപ്പ്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IIT ബോംബെ, അതുമാതിരി IIT മദ്രാസ് വളരെ നമ്മുടെ 165, 170 റാങ്കിൽ നിൽക്കുന്ന നമ്മുടെ ഇതാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമ്മുടെ ലോകത്തിന് ഏറ്റവും വലിയ ബ്രില്യൻ്റ് ആയിട്ട് എഞ്ചിനീയേഴ്സിനും സയന്റിസ്റ്റിനും സപ്ലൈ ചെയ്യുന്ന സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, IITs ഇവിടെ ഉണ്ട്. പുറത്തു പോയിട്ട് നമ്മളെ അവിടുത്തെ ശരിയാണ്, നല്ലത് തന്നെ. പക്ഷെ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ അത്ര ലെവലുള്ള കോളേജ് ആയിരിക്കണല്ലോ. അത് 200, 300 റാങ്കുള്ളതാണ്. പക്ഷെ ഇവിടെ 165 റാങ്കുള്ള 100 ഒക്കെ ഇത്രയും സ്ഥാപനങ്ങൾ. ഇവിടെ ഞാൻ എന്താണ് പറയുന്നത്, ഈ ഡെവലപ്മെന്റ് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ എത്ര സംസ്ഥാനം വികസിക്കുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എത്രയുണ്ട്? 40ഓളം ലക്ഷമാണ് നമ്മുടെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തത്. ഈവൻ യു വിൽ ബി സർപ്രൈസ് ദാറ്റ് 40 lakhs interstate migrants are there in a small state. ബാക്കി ഞാനൊന്നും പറയുന്നില്ലേ, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആൾ ആർ എലിജിബിൾ ടു വർക്ക് എനിവേർ ഇൻ ദ കൺട്രി, നോ പ്രോബ്ലം. വി ആർ ആൾസോ ദർ ത്രൂ ഔട്ട് ദ വേൾഡ് ഓൾസോ. നല്ലത് നമ്മുടെ എക്കോണമി മറ്റേതേമാതിരി ഇതൊക്കെയാണ്, വളരെ നല്ലതാണ്. 15 ലക്ഷത്തോളം ആളുകൾ കൊറോണ ടൈമിൽ തിരിച്ചു വന്നു. അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് ഒരു ജോലിയും ഇവിടെ ചെയ്യാനും പറ്റില്ല. കാരണം അറിയാലോ, സാഹചര്യങ്ങൾ ഓരോന്നും. കാരണം ജോലിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡെവലപ്മെന്റ് പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞതുള്ളൂ. ഒരിക്കലും ഡോണ്ട് ടേക്ക് ഇറ്റ് അതർവൈസ് ദിസ് വേ ഓർ ദാറ്റ് വേ, കേട്ടോ. ദയവ് ചെയ്തിട്ട് അങ്ങനെയല്ല. ഡെവലപ്മെന്റ് പറഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയർ, രാജ്യത്തിന്റെ പുരോഗതി, സംസ്ഥാനത്തിന്റെ പുരോഗതി, മനസ്സിലായ? അങ്ങനെയാണ്. അപ്പോൾ ഈ ദ സെന്റർ ഓഫ് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ എമംഗ് ദ ഡെവലപ്മെന്റ് എക്സ്പേർട്സ്, എൻവയോൺമെന്റലിസ്റ്റ്. പിന്നെ എൻവയോൺമെന്റിനെ പറ്റിയിട്ട് പറയാൻ കുറേ ഉണ്ട്. നമ്മളെ ഒരു ശ്രദ്ധയും നമുക്ക് എൻവയോൺമെന്റിൽ നമ്മളില്ല. കാടുകൾ വെട്ടിത്തെളിക്കുന്നു, വന്യമൃഗങ്ങള്, അതേമാതിരി നമ്മളെ റെയർ അനിമൽസ്, അതേമാതിരി നമ്മളെ എന്താ പറയണ്ടേ, റിവർ ഇതൊക്കെ ഉണങ്ങി അതിനെ ഡൈവേർട്ട് ചെയ്ത് മുഴുവൻ ലാൻഡ് വെള്ളത്തിൽ മുഴുവൻ, അതേമാതിരി കരയ്ക്ക് അതിൽ ബിൽഡിംഗ് പണിത്. അപ്പൊ എന്തുണ്ട്, അതിൻ്റെ ഒഴുക്കിനെ ചെയ്തു ഡയറക്ഷൻ കംപ്ലീറ്റ്. അങ്ങനെ എൻവയോൺമെന്റ് നമ്മൾ എത്രത്തോളം മോശമാക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം മോശം. ഇപ്പൊ നോക്കൂ, ഉത്തരാഖണ്ഡിൽ നോക്കിക്കോളൂ എങ്ങനത്തെ സംഭവം. മലയിടിച്ചില്, സ്ലൈഡ്സ് ആൻഡ് അവലാഞ്ചി ഓർ വാട്ട് എവർ ഇത് ക്ലൈമറ്റിക് കണ്ടീഷൻ. പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ, മനസ്സിലായോ? കർഷകർക്ക് വേണ്ട സമയത്ത് മഴ പെയ്യില്ല, വേണ്ടാത്ത സമയത്ത് മഴ പെയ്യും. അതായത് നമ്മളെ കൊയ്ത്ത് എല്ലാം കഴിഞ്ഞ് നെല്ല് വെക്കുന്ന സമയത്ത് മഴ. ക്ലൈമറ്റ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ വേൾഡ് ഇറ്റ് ഹസ് ചേഞ്ച്ഡ്. അപ്പൊ അതിലെ എൻവയോൺമെന്റിന്റെ പ്രശ്നം വളരെ ഗുരുതരമാണ്. അത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, റേഡിയേഷൻസ്, ഇതൊക്കെ പോട്ടെ. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഇതില് ആൻഡ് ഇറ്റ്സ് ഏജൻസി ആസ് വെൽ ആസ് many international institutions, commissions and world leaders do recognize the significance of such a. നമ്മുടെ യുണൈറ്റഡ് നേഷൻസും വളരെയധികം അതേമാതിരിയുള്ള മറ്റുള്ള ഓരോരോ
സ്ഥാപനങ്ങൾ ഇതിനെ പറ്റിയിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. There are of the they are of the decisive view that degrading the earth's resources to meet current needs is the short-sighted and potentially disastrous for future generation. ചെറിയ ഒരു വീക്ഷണമില്ലാതെ, ഒരു ഫ്യൂച്ചർ എയിം ഇല്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ ഫ്യൂച്ചർ ജനറേഷന് അത് ഡിസാസ്ട്രസ് ആയിട്ട് പരിണമിക്കും. മനസ്സിലായോ? The coming generation and not merely the present need those resources. നമ്മളെ ഇപ്പോഴുള്ള ആളുകളുടെ കാര്യം നോക്കണം, ഫ്യൂച്ചറിലത്തെ കാര്യങ്ങൾ നോക്കണം. സോ എക്സസീവ് കൾട്ടിവേഷൻ, ഡിസ്ട്രക്ഷൻ, കൃഷി എക്സസീവ് നിങ്ങളുടെ പോരട്ടെ. അതേമാതിരി ഡിസ്ട്രക്ഷനും കാടുകൾ വെട്ടിത്തെളിച്ച്, വെറ്റ്ലാൻഡ്, നമ്മുടെ നനഞ്ഞ സ്ഥലങ്ങളെല്ലാം മണ്ണിട്ട് നികത്തി ബിൽഡിംഗ്, all has been propelled by the population. ഒരു കൺട്രോൾ വേണ്ടത് പോപ്പുലേഷൻ പോണു. നമ്മളെ ഇന്ത്യ ഷോർട്ട്ലി we are going to beat China and we are going to become the most populous country in the world. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഇന്ത്യ ആൾറെഡി 138-139 കോടിയിലും ഇത് കടന്നു. 140-142 എന്താണ് സംതിങ് ചൈന. അവിടെ ഏതാനും 1-2-3 വർഷത്തിനുള്ള, അല്ലെങ്കിൽ 4 വർഷത്തിനുള്ള ഇന്ത്യ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ. അപ്പൊ എന്താ, അവർക്ക് ഭക്ഷണം വേണ്ടേ, ലാൻഡ് വേണ്ടേ, വീട് വേണ്ടേ, അതേമാതിരി ഇത് ഇവിടുന്ന് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഇവർക്കൊക്കെ. അപ്പൊ പോപ്പുലേഷൻ കൺട്രോൾ ഇസ് ആൾസോ വെരി വെരി എക്സ്പെൻസീവ്. അപ്പൊ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ചില സംസ്ഥാനങ്ങളിലൊക്കെ പല സ്ഥലത്തും പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ചു വരുന്നു. ചിലയിടത്ത് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ, തിക്കലി പോപ്പുലേറ്റഡ് ഏരിയ. ഓക്കെ, ദിസ് കുഡ് ഇവഞ്ച്വലി ഇമ്പയർ ദ കപ്പാസിറ്റി. അപ്പൊ എന്തുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നതും കിട്ടുന്നതും വാങ്ങുന്നതൊന്നും പോരാ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പോരാ, കാരണം കൺസംഷൻ കൂടുതലാണ്. അപ്പോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ബോത്ത് ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് കൺട്രി ഏതറിയില്ല, അമേരിക്ക, UK, ചൈന, അതേമാതിരിയുള്ള ജപ്പാൻ, ഇതേമാതിരിയുള്ള രാജ്യങ്ങൾ. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഡീഗ്രേഡിങ്, നമ്മുടെ എർത്ത് ഡീഗ്രേഡ് ചെയ്യുന്ന റിസോഴ്സസ്, അത് പറഞ്ഞു കഴിഞ്ഞു. പൊട്ടൻഷ്യലി ഡിസാസ്റ്റർ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പറഞ്ഞു. പിന്നെ നമ്മളെ ഈ റീസൈക്കിൾ ചെയ്യണം പല കാര്യങ്ങൾ, റിന്യൂവബിൾ റിസോഴ്സസ് ഏതെല്ലാം റീസൈക്കിൾ ചെയ്യാൻ പറ്റും അത്. പിന്നെ എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ, എക്കണോമിക് ഡിസിഷൻസ്, പിന്നെ ഇൻക്രീസിങ് പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ്. നമ്മളെ അതായത് നാച്ചുറൽ റിസോഴ്സൽ പ്രഷർ, അതായത് വെള്ളം കൂടുതൽ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ വേണം, നമ്മൾ കുഴിച്ചെടുക്കുന്ന എണ്ണ കൂടുതൽ വേണം, കൂടുതൽ ഡിമാൻഡ്. കാരണം ഇവിടുത്തെ വെഹിക്കിളൊക്കെ അറിയാലോ എത്രയാണെന്ന്. അപ്പൊ ഇതിലൊക്കെ ഓടിക്കാൻ വണ്ടി ഇത് വേണ്ടേ, പെട്രോള്. അപ്പൊ അതേമാതിരി ഡീസല്. സോ എക്സസീവ് കൾട്ടിവേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ഫില്ലിംഗ് അപ്പ് ഓഫ് വെറ്റ്ലാൻഡ്, നമ്മുടെ ഭൂമി നികത്തല്, ഇതൊക്കെ. ഇതിനു മുമ്പേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നോക്കൂ, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ് വളരെ പ്രൊട്ടക്ട് ചെയ്യണം. ഒന്ന്, ഡെവലപ്മെന്റൽ ഏരിയാസ്, മൾട്ടി ഡിസിപ്ലിനറി കൺസെപ്റ്റ്, അതേമാതിരി നമ്മുടെ സോഷ്യലും രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. അതായത് നമ്മൾ പാലം കെട്ടി സ്കൈ ഇതിട്ട് മറ്റേത് ഇപ്പൊ നമുക്ക് നമ്മുടെ റെയിൽ എന്താണ് സിൽവർ ലൈൻ എന്നൊക്കെ മറ്റു പലതുണ്ട്. അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയില്ല. മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷനാണ് നമ്മുടെ കേരളത്തില്. കാരണം സറൗണ്ടഡ് ബൈ ബാക്ക് വാട്ടേഴ്സ്, ഓഷ്യൻസ് ആൻഡ് എവരിതിങ്. 44 നദികളാണ്. ലാൻഡ് വളരെ 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 ലൂസ് ഇതാണ്, അതിന് മീതെയാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ചില സമയത്ത് തടഞ്ഞു നിൽക്കും. അതായത് രണ്ടായിട്ട് വിഭജിക്കും കേരളത്തിനെ. ചില സമയത്ത് വെള്ളം ഒഴുക്കുണ്ടാവില്ല. അപ്പോൾ ഒഴുക്കുണ്ടെങ്കിൽ പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ പ്രളയം വരും ചില സമയത്ത്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യം. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഇതിൽ മാത്രം നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യരുത്. നാളത്തെ ജനറേഷൻ അതെന്ത് സംഭവിക്കും എന്നും കൂടി നോക്കിയിട്ട് വേണം ഓരോരോ രാഷ്ട്രീയ പ്രവർത്തകരും ഏത് സ്റ്റേറ്റിലും രാജ്യത്തിന്റെ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ ചെയ്യാൻ പാടും. ഓക്കെ, സോ അതൊന്ന്. പിന്നെ വേറൊരു കാര്യം, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ്. അതേമാതിരി നമ്മളെ പ്രസന്റ് കാര്യം മാത്രം, ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. അത് പാടില്ല. നമ്മുടെ നീഡും വേണം, ഫ്യൂച്ചറിന്റെ നീഡും നമ്മളെ ശ്രദ്ധിക്കണം. ഇനി
ഇതായി. പിന്നെ 2015 നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഒരു അജണ്ട 2030 വരെ ഒരു അജണ്ട സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ പ്രധാനമാണ്. അതായത് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി ലോകത്തിൽ. അതായത് 2015 വർദ്ധന പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓഫ് UNO അങ്ങനെ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ അതില് എന്താണ് പറ്റുന്ന വെച്ചാൽ 169 ടാർഗറ്റ് ഫിക്സ് ഉണ്ടാക്കി. അതിൽ ഓരോന്ന് ചെയ്യേണ്ടതാണ്, എങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാം, എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എങ്ങനെ സാധ്യമാണ്, എങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം, എങ്ങനെ വാട്ടർ റിസോഴ്സസ് ഇത് ചെയ്യാം, പ്രിസർവ് ചെയ്യാം, അങ്ങനെ അപ്പൊ 169 ടാർഗറ്റ് ഉണ്ടാക്കി. ഇതിലെല്ലാം 193 രാജ്യം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലോകത്തിലെ. മനസ്സിലായില്ലേ? അപ്പോ അവര് അത് സത്യപ്രതിജ്ഞ ഞങ്ങളും ഇതേമാതിരി ചെയ്തോളാം, ഈ ഗോൾ അച്ചീവ് ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തും ആണല്ലോ. ചിലയിടത്ത് ഡ്രോട്ട്, ചിലയിടത്ത് ഫ്ലഡ്, ചിലയിടത്ത് മഞ്ഞ് മൂടി കിടക്കില്ലേ അല്ലെ? ആർട്ടിക് അന്റാർട്ടിക്കൻ്റെ മിനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഹിമാലയം അതേമാതിരി ഹിമാചൽ പ്രദേശിലെ 2-3 ഡിസ്ട്രിക്ട് എപ്പോഴും വെള്ളത്തിലാണ്, ഇത് ഐസിലാണ്. ദീപ്തി എന്താ പറയുക, തപത്തി എന്തൊക്കെ സംതിങ്, ഇത് അവിടെ 2 ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് എപ്പോഴും മഞ്ഞൾ മൂടി കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസും NGOസും അതേമാതിരി ഇന്റർനാഷണൽ അവയർനെസ് പ്രോഗ്രാം എല്ലാവരിലും നമ്മളെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ നമ്മൾ അവയർനെസ് കൊടുക്കണം. അതേമാതിരി പിന്നെ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് വളരെ പ്രയത്നിക്കണം. പിന്നെ ആക്ഷൻ എടുക്കണം. പ്ലാസ്റ്റിക് ഇതെല്ലാം നമ്മൾ ഈ പലതും ഉണ്ടല്ലോ, അതൊക്കെ മണ്ണിൽ പ്ലാസ്റ്റിക് 50 കൊല്ലം കഴിഞ്ഞാൽ അതിന് അതേമാതിരി അത് മണ്ണിനോട് ചേരില്ല. മനസ്സിലായോ? പ്ലാസ്റ്റിക് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക്, ഡ്രെയിനേജ് ബ്ലോക്ക്. മാത്രമല്ല നമ്മുടെ സമുദ്രത്തില് വെള്ളം ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അതും ഡേഞ്ചറസ് ആണ്. അതിൽ വളരുന്ന സമുദ്രത്തിലെ ജീവികളെ തിന്നിട്ടുണ്ടെങ്കിൽ അതിന് ആമാശയത്തിലേക്ക് അതിൻ്റെ വയറ്റ്, നമ്മുടെ മത്സ്യത്തിൻ്റെ ഒക്കെ വയറ്റ് പോകുന്നത് അല്ലാതെ ഹാനികരമായിട്ടാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം പ്ലാസ്റ്റിക് എൻവയോൺമെന്റ് വെരി ഡേഞ്ചറസ്. അതാണ് ഇപ്പോൾ അതിനൊക്കെ സ്ട്രിക്റ്റ് പനിഷ്മെന്റ് കൊടുത്തേ പറ്റൂ. നാളെ നമ്മൾ നല്ലൊരു ജനറേഷൻ കെട്ടിപ്പടുക്കണം വെച്ചാൽ ഇതെല്ലാം അത്യാവശ്യമാണ്. അതിൽ യാതൊരു റിലാക്സേഷനും കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ will future generation be worse off as a result of the environmental degradation that results from economic decision made today? ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ നാളെ. So and will increase in the scale of activity be sustainable in the face of increasing pressure. അത് നമുക്ക് നാച്ചുറൽ റിസോഴ്സ് കണ്ടമാനം വേണം, അല്ലെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ കൂടുതലാണ്, കുറേ കൃഷി ചെയ്യണം. ആ കൃഷി ചെയ്യാനുള്ള ഇതുണ്ടോ, വെള്ളമുണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ നോക്കണ്ടേ. പിന്നെ മണ്ണ്, അതേമാതിരി ആ മണ്ണിനെ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രൊപ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നമ്മളിതിന്റെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ആർഗ്യൂ ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് എ കണ്ടക്സ്റ്റ് ഓഫ് ഇംപ്രൂവ് ഓവറോൾ സസ്റ്റൈനബിലിറ്റി വെർ കട്ടിംഗ് എഡ്ജ് ഗ്രീൻ ഡെവലപ്മെന്റ്. അത് പച്ച, അതായത് ഗ്രീനറി, പച്ച, അതായത് നമ്മുടെ വെജിറ്റേഷൻ ഈസ് അറ്റൈനബിൾ. എല്ലാം പോസിബിൾ ആണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ, ചെറിയൊരു ഉദാഹരണം. ഗോ ടു എല്ലാവരും നിങ്ങൾ ചണ്ഡീഗഡ് കണ്ടിട്ടുണ്ടാവല്ലോ, എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്? അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേത് ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു 25 നില ബിൽഡിംഗ് കിട്ടിക്കോളാന്ന് പറഞ്ഞ് കെട്ടാൻ പറ്റുമോ? അവിടെ കെട്ടാൻ പറ്റുമോ? റോഡ് നോക്കിക്കോളൂ, വാട്ടർ സപ്ലൈ നോക്കിക്കോളൂ, മരങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ നോക്കിക്കോളൂ, ആ സർക്കിൾ എങ്ങനെ നോക്കിക്കോളൂ. ഐ വാസ് ദർ ഫോർ 21 years. എങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്? ഇതാണ് സിറ്റി, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള സിറ്റികളെല്ലാം തോന്നിയ മാതിരി ഡ്രെയിനേജും ഇല്ല, ഒന്നുമില്ല, അതുമില്ല. മഴ വന്നാൽ മുഴുവൻ വെള്ളം തടഞ്ഞു നിർത്തുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, തടയാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. പ്ലാനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ഓക്കെ, സോ പിന്നെ ഇറ്റ് ഈസ് ദ ഓൺലി വേ ടു ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂര് വളരെ ഡെവലപ്ഡ്. എന്താ സംഭവിച്ചപ്പോ നാളെ മഴ പെയ്തിട്ട് റോഡൊക്കെ
മഹാത്മാഗാന്ധി റോഡ്, MG റോഡ് കൂടെ ഇതിലാണ് മറ്റേ ബോട്ട് ഇറക്കിയിട്ടാണ് പോയിരുന്നത്, ആളുകൾ രക്ഷപ്പെടുത്തിയിരുന്നത്. ബോട്ട് MG റോഡ് പറഞ്ഞാൽ ബാംഗ്ലൂർ MG റോഡ് അറിയാമോ എത്ര തിരക്ക് പിടിച്ചാണെന്ന്? ആ MG റോഡിൽ വെള്ളം കയറിയിട്ട് ആളുകൾക്ക് നടക്കാൻ പറ്റില്ല. കാരണം നക്കരായി വെള്ളം, ബോട്ടിലാണ് റൂട്ട് കൂടി. അപ്പോൾ ബാംഗ്ലൂരും പ്ലാന്റ് സിറ്റിയാണ്. അപ്പോൾ എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രെയിനേജ് ശരിയല്ല, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബിൽഡിങ് ഇങ്ങനെയൊക്കെ വളഞ്ഞ് അതിന് എന്താ പറയണ്ടത് തോന്നിയ മാതിരി മറ്റൊരു പ്ലാനിങ് ഇല്ലാണ്ടൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ മണി എല്ലാം ആരാ പൈസ മണി പവർ കൊണ്ട് ചെയ്താൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. എന്തിനു പറയണം, മദ്രാസില് തമിഴ്നാട്ടില് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എന്താ പറ്റി, മുഴുവൻ വെള്ളം വന്നു. വെള്ളം വന്നങ്ങോട്ട് മുങ്ങിയും. എന്താ കാരണം? വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല, ഡ്രെയിനേജ് ഇല്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ നമുക്ക് നാളെ ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. പക്ഷെ ഇപ്പോ എല്ലാം എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവശ്യമാണ്. ഈവൻ നിങ്ങൾ ഒരു ബ്രിഡ്ജ് കെട്ടണോ, സ്കൈ ആയിക്കോട്ടെ, എന്ത് വേണമെച്ചാലും എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണം. ടവർ ബിൽഡിങ്സ്. കാരണം അതാണ് പ്രധാന ഇത്. കാരണം എന്താ അറിയോ, ചില സമയത്ത് ബ്ലോക്ക് ചെയ്യണം എയർ സർക്കുലേഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ, അത് വളരെയധികം. അതേമാതിരി ശബ്ദമലിനീകരണം, റേഡിയേഷൻസ്, നമ്മുടെ കൂടംകുളം മറ്റേ ഇതിന്റെ സമയത്തിന്റെ കുറവുണ്ട് കൂടുതൽ പറയാൻ എനിക്ക്. പിന്നെ അതിന്റെ വേസ്റ്റ് കടലിലേക്കാണ് പോകുന്നത്. ആ കടലില് 4 പുറം അത് ഓഫ്കോഴ്സ് വളരെയധികം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഫിഷർമാൻ വെള്ളത്തിൽ സമരം ചെയ്യേണ്ടായിരുന്നു, വെള്ളത്തിൽ കിടന്നിട്ട്. എന്താ കാരണം വെച്ചാൽ അതിന്റെ വേസ്റ്റേജ് നമ്മള് വെള്ളത്തിൽ പോയാൽ ഫിഷ് ചാവും. മാത്രമല്ല ആ ഫിഷും ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മുടെ റേഡിയേഷൻസ് ഉണ്ടാവും. അത് മനുഷ്യന് ജനറേഷൻ ബൈ ജനറേഷൻ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മളെ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ഡെവലപ്മെന്റ് എല്ലാം ബിൽഡിങ് കെട്ടുമ്പോഴും ശരി. അതേമാതിരിയാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ കേരളത്തിൽ അനവധി ബിൽഡിങ് തകർത്തു തരിപ്പണമാക്കി. ഇന്നാള് ഇവിടെ കണ്ടില്ലേ, ഡൽഹിയിലെ മറ്റേ ഗുർഗോണിലെ അവിടെ, ഗാസിയാബാദിലെ അവിടെ കണ്ടില്ലേ, ഇതേമാതിരി എത്രയോ നില, 19 നില, 12 നില എന്തോ ഒക്കെ. എന്താ കാരണം അപ്രൂവൽ ഇല്ലാതെ ബിൽഡിങ് കെട്ടിയാൽ അതേമാതിരിയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ അതേമാതിരി ഉണ്ടായി ഇവിടെ. ഓക്കെ. അപ്പോൾ കാരണം കായല് ഇതിട്ട് പണക്കാര് അവരവരുടേതായ വിധത്തില് പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്തു. പക്ഷെ അത് കോടതി ഒരു ഇതും കൊടുത്തില്ല. അവര് കംപ്ലീറ്റ് ഇത് ചെയ്യാൻ പറഞ്ഞു, ഡിമോളിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ നമ്മൾ നാളേക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് വായു, വെള്ളം, ഭക്ഷണം അത്യാവശ്യമാണ്. അപ്പോൾ ഗ്രീൻ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ, ഇൻക്ലൂസീവ് ഗ്രീൻ ഗ്രോത്ത്, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റിൽ ലിവിങ്. പിന്നെ ഇവിടെ കൂടുതൽ പോവർട്ടി. ഈ പോവർട്ടി പറ്റുന്ന ഞാൻ പറയട്ടെ വേറൊരു കാര്യം. നിങ്ങൾ ഈ കാണുന്ന ഇതല്ല ഇന്ത്യ കേട്ടോ. ഈ കാണുന്ന സിറ്റിയില് നമ്മളെ ഇതിലൊക്കെ വലിയ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതേമാതിരി കാറ്, ഈ കാണാൻ 12 ലക്ഷത്തിന്റെ 12 കോടിയുടെ അല്ലെങ്കിൽ 4 കോടിയുടെ, ഇതല്ല ഇന്ത്യ. കേൾക്കണം ഇന്ത്യ എന്താണെന്ന്. കേൾക്കണം ഇന്ത്യ എന്താണെന്ന്. പിന്നെ ഇത് 15/10/22 2 ദിവസം മുമ്പേ അല്ലേ? ഇന്ന് എത്ര തീയതി? റിപ്പോർട്ടാണത്. എത്ര 2-3 ദിവസം മുമ്പേ അല്ലേ? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഈസ് ഔട്ട്. ഇന്ത്യ is in serious category at rank 107 out of 121 countries in the world. അവരുടെ റിപ്പോർട്ട് പ്രകാരം, എനിക്കറിയില്ല, എന്നെ കുറ്റം പറയട്ടെ, ഇത് മിന്നാത്ത പത്രങ്ങളുണ്ട്. ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു, ഒരു പത്രമല്ല ഇത് വന്നിട്ടാണ്. ആര് ഡിനേ ചെയ്താലും ഫാക്റ്റാണത്. കണ്ടോളൂ. 121 രാജ്യങ്ങളില് ഇന്ത്യയുടെ സ്ഥാനം 107 പോവർട്ടിയില്. അതായത് തൊട്ടടുത്തത് അഫ്ഗാനിസ്ഥാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇതിനെപ്പറ്റി കൂടുതൽ പറയണമെന്ന് ഞാൻ നാളെ പറഞ്ഞുതരാം. അതിലുണ്ട്, ഇതിലുണ്ട് ആ ഡീറ്റെയിൽസ്. 107ാമത്തെ റാങ്കാണ്. അതേമാതിരി അവര് എങ്ങനെയാ പല സ്കോർ ഉണ്ട് ഇതില്, മോഡറേറ്റ്, ലോ, സീരിയസ്, അലാമിങ്, ഇതൊക്കെ. അപ്പൊ എന്താണ് പറയുന്നത്, നമ്മുടെ പോവർട്ടി
വളരെ 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 കൂടുതലുണ്ട്. എത്രയോ ക്രോഴ്സ് ആണ്. എൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് എൻ്റെ ഉണ്ട് ഇപ്പം തന്നെ. ഞാനത് എടുക്കുന്നില്ല, സമയം ചെലവഴിക്കുന്നില്ല. അപ്പൊ ഇത്രമാത്രം. അപ്പൊ പോവർട്ടി അങ്ങനെ വിചാരിക്കരുതേ ഈ കാണുന്ന ഇന്ത്യ അല്ല. ഇന്ത്യ പറഞ്ഞാൽ നമ്മൾ വി ആർ പ്രൗഡ് ഓഫ് അവർ കൺട്രി കേട്ടോ, അങ്ങനെ അതിനെ പറ്റിയിട്ടല്ല. ബട്ട് പോവർട്ടി സ്റ്റിൽ റിമെയിൻസ്. 30% ആളുകൾ ഇപ്പോഴും പോവർട്ടിയിലാണ് കിടക്കുന്നത്. ഐ തിങ്ക് സോ. മനസ്സിലായില്ലേ? അപ്പോൾ യു ടേക്ക് ഞാൻ സ്റ്റേറ്റിന്റെ പേര് പറയുന്നില്ല, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അങ്ങനെ വിചാരിക്കുന്നത് ഒരു സ്റ്റേറ്റ് വളരെ സഫീഷ്യന്റ് ആണെന്ന്. അങ്ങനെയല്ല, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അമേരിക്ക ഈസ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അമേരിക്കയിലുണ്ടല്ലോ പോവർട്ടി. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാൽ പോവർട്ടി ഇനി റാപ്പിഡ് ഗ്രോത്ത്. അപ്പൊ ഈ ഗ്രോത്ത് കൂടുന്ന സമയത്തും നമ്മുടെ എൻവയോൺമെന്റൽ ഈ പ്രശ്നങ്ങൾ വരും ചില സമയത്ത്. കാരണം റോഡ് വീതി കൂട്ടണം, അപ്പൊ അതേമാതിരി ബിൽഡിംഗ് വേണം, വാട്ടർ സപ്ലൈ വേണം, ഫാക്ടറീസ് വേണം, എംപ്ലോയ്മെന്റ് വേണം. അങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസ് വളരെയധികം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയൊക്കെ വളരെയധികം നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂട്ടിയിട്ടുണ്ട് ടു മീറ്റ് ദ നീഡ്സ്. അങ്ങനെ ആളുകളുടെ ഓരോരോ ലിവിങ് ദ പോവർട്ടി ആൻഡ് ഫുൾഫിൽ ദ ഇമ്പറാറ്റീവ് റിക്വയർമെന്റ് ഓഫ് എ ഗ്ലോബൽ എൻവയോൺമെന്റ്. അപ്പൊ നമ്മുടെ ഓരോ രാജ്യങ്ങളും അതായത് ജനതയ്ക്ക് വേണ്ടിയിട്ട് ഓരോരോ കഷ്ടങ്ങളെ അനുഭവിക്കുന്നു. അപ്പോ പിന്നെ നമുക്ക് ഹയസ്റ്റ് ആസ്പിറേഷൻ ആണ്. എന്ത് ഈ ഹയസ്റ്റ്? കിട്ടിയാലും പോരാ. ആദ്യം ഒരാൾക്ക് 35 കാറ്. നാളെ കണ്ടു, നമ്മുടെ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ കണ്ടു, അംബാനിയുടെ ഒരു കാറ്, അയാൾക്ക് എത്രയോ കളക്ഷന്റെ കാറ്. രണ്ടാമത്തെ കാറ് 13 കോടിയാണ്. രണ്ടാമത്തെ അതെ, ഒരു കാറല്ല, അതേ മോഡലിലെ രണ്ടാമത്തെ കാറ്. അങ്ങനെ എത്രയോ കാർ. മനസ്സിലായോ? 27 നില ബിൽഡിങ് ഒരാൾക്ക് താമസിക്കാനേ. 27 നില ബിൽഡിങ്. അപ്പൊ എന്താണ് പ്രശ്നം എന്നറിയോ? പൂവർ ഈസ് റിച്ച് ബിക്കം റിച്ചർ, പൂവർ റിമെയിൻസ് പൂവർ ഓൺലി. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ 130 സെക്യൂരിറ്റിയാ, 4 ഫ്ലോർ മുഴുവൻ പാർക്കിങ്, 27 നില ബിൽഡിങ് താമസിക്കാൻ. ലോകത്തിൽ ഒരാൾക്കും റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഇത്രയധികം ഇല്ല. പ്ലെയിൻ, അതേമാതിരി ഹെലികോപ്റ്ററൊക്കെ വീടിന്റെ മുകളിൽ ഇറങ്ങാം. ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആളുകളും ഉണ്ട്. പക്ഷെ പൈസ ഇല്ലാത്ത ആളുകളുണ്ട്. പൈസയും വേണം. അവരൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അവരുടെ ആവശ്യം, നമ്മൾ അവർ കുറ്റമല്ല പറയുന്നത്. അവരാരും അങ്ങനെ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇൻഡസ്ട്രീസിന് നമ്മളെ എംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല. എല്ലാവരും ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ട് പറയാ. അപ്പൊ കാണുന്ന ഇന്ത്യ അല്ല എന്ന് പറയാ. അതായത് പണക്കാരുണ്ട്, സാധികളും ഉണ്ട് എന്ന് പറയാ. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. രണ്ടും അത്യാവശ്യമാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം പോവർട്ടി, ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗരീബി ഹട്ടാവോ. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ 75 years also we have not succeeded. We are ഒരു certain extent വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ പോവർട്ടി ഇത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുണ്ട്. എൻവയോൺമെന്റൽ ഇഷ്യൂ, പോവർട്ടി ഞാൻ പറഞ്ഞു, ഗ്ലോബൽ എൻവയോൺമെന്റ്, അങ്ങനെ എക്കണോമിക് പറഞ്ഞു. ഇനി യെസ്, അടുത്ത meaning of sustainable development. Sustainable development is development that meets the needs of the present and future generations. പറഞ്ഞു. Given the global and local effects of environmental decay, it is no surprise that sustainable development has become a catchword in developing planning. And അപ്പോൾ നമ്മൾ അതേമാതിരി പ്ലാൻ ചെയ്യണം. Sustainability takes for granted the balance between economic development. പുരോഗതി വേണം, സാമ്പത്തിക സ്ഥിതി ഭദ്രമാകണം. All quantitative and qualitative changes in the economy that offer positive contributions to welfare. നമ്മുടെ എക്കോണമി വളരെ നല്ലതായിരിക്കണം നമ്മുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്. വേറൊരു കാര്യം, ഈ വെൽഫെയർ പറഞ്ഞ എന്താ? നിങ്ങൾ വിചാരിക്കണ്ട ഈ പെൻഷനും മറ്റേ ഇതാണോ? അല്ല. വെൽഫെയർ പറഞ്ഞ കണ്ടമാനുണ്ട് അതില്. അതിൽ ഒരു വെൽഫെയർ പറഞ്ഞ ഒരു മെറ്റീരിയൽ. അപ്പൊ നമ്മുടെ യു ടേക്ക് ദി എക്സാമ്പിൾ, നമ്മുടെ 90% നമ്മുടെ ഇൻകം, സ്റ്റേറ്റിന്റെ ഇൻകം പെൻഷനും എംപ്ലോയീസിന്റെ സാലറിക്കാണ് പോകുന്നത്. ഡെവലപ്മെന്റ് പർപ്പസിന് ഒന്നുമില്ല, കുറച്ച് മാത്രം. മനസ്സിലായില്ലേ? അതല്ല വെൽഫെയർ. കടമെടുത്തിട്ട് നമ്മൾ വെൽഫെയർ കൊടുക്കില്ല, അതല്ല വെൽഫെയർ. വി ഷുഡ് ബി സെൽഫ് സഫിഷ്യന്റ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ബൈ വേ ഓഫ് ഇൻക്രീസിംഗ് ദ റവന്യൂ കളക്ഷൻസ്. എവിടെ നിന്നെല്ലാം കിട്ടും?
ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എക്സ്പോർട്സ്, അതേമാതിരി പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ, അതേമാതിരി വിദ്യാഭ്യാസം, ഹെൽത്ത്, ഇതൊക്കെയാണ് വെൽഫെയറിൽ പെട്ടത്. അല്ലാണ്ട് പണം മാത്രമല്ല. പണം പിന്നെയും കിട്ടും, ഹെൽത്ത് എവിടെ നിന്ന് കിട്ടും? ഓക്കെ. ആൻഡ് എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി നോക്കൂ. നമ്മൾ ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ കോവിഡ് സീസൺ വന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതി? നമ്മളെ ഹെൽത്തിൽ എത്ര മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്താ കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? ഇന്ത്യയിലെ നമ്പർ 2 ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് ഉള്ളത്, അല്ലേ? മഹാരാഷ്ട്ര കഴിഞ്ഞാൽ നമ്പർ 2, അല്ലേ? ഞാൻ ഒരിക്കലും കുറ്റമല്ല പറയുന്നത്, ഇത് ഉദാഹരണമാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയണം. ഒരിക്കലും മോശമായിട്ടോ അല്ലായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിച്ച മാതിരില്ല സംഗതികള്. നമ്മുടെ കയ്യിലല്ല കാര്യങ്ങള്. കോവിഡ് വരും, ലോകത്തിനെ കീഴടക്കും എന്നാരെങ്കിലും മൈക്രോസ്കോപ്പിൽ വെച്ചാൽ പോലും കാണാത്ത ഒരു ചെറിയ ഒരു ഇത് നമ്മൾ വിചാരിച്ചോ? അമേരിക്കയിലും എല്ലാം കിടുകിട പറപ്പിച്ച് ഈ കോവിഡ് വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? മനസ്സിലായി? ഇപ്പൊ ചൈന ആയിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കേരളം ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അപ്പോ ചിലതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പൊ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, എൻവയോൺമെന്റൽ സ്ട്രാറ്റജി, അപ്പൊ ഇതിനൊക്കെ സ്ട്രാറ്റജി വേണം, പ്ലാനിങ് വേണം, ഫണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഇയർമാർക്കണം, ഡിസാസ്റ്റർ ഫണ്ട് വേണം. അതേമാതിരി കാരണം ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ പെട്ടെന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നേച്ചർ കലാമിറ്റി ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള നമുക്ക് റെഡിനെസ് വേണം. പിന്നെ എക്കോസിസ്റ്റം വളരെ നോക്കൂ. ലാൻഡ് സ്ലൈഡിങ്ങും വളരെ സാധാരണയാണല്ലോ നമ്മുടെ അനവധി സ്റ്റേറ്റില്. കാരണം മണ്ണിന് ബലമില്ല. ഏത് സമയത്തും അത് കാരണം പാറ കല്ല് ഉടച്ചതൊക്കെ അല്ലെങ്കിൽ കമ്പിളൊക്കെ. അപ്പൊ എക്കോസിസ്റ്റം നല്ല പ്രബലമില്ലെങ്കിൽ, അതല്ലെങ്കിൽ പല ഇതേമാതിരി ആപത്തുകൾ വരും. ഹെൻസ് ഓൾസോ ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ വെൽഫെയർ. ഓക്കെ. അപ്പോ ഇൻ എസൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ വിച്ച് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. നോക്കൂ, ഈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ഒരു കാര്യമാണ് പറയാം. നോക്കൂ, നമ്മുടെ ഇപ്പൊ വണ്ടികള്, മോട്ടോർ സൈക്കിള്, ഇങ്ങനെ വലിയ വീരവാദം മുഴക്കുന്നുണ്ട് ഓരോരുത്തരും. ഞങ്ങളുടെ വീട്ടിൽ ഇത്ര വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ഇത്ര വീട്ടിൽ പണ്ടൊക്കെ ആനയുണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര വണ്ടിയുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഓരോരുത്തർ 35 കാറുള്ള വീടൊക്കെ ഉണ്ട്. മനസ്സിലായി? പേര് ഞാൻ പറയുന്നത് റിനൗണ്ട് ആളുകളാണ്. മോട്ടോർ സൈക്കിള് 35 to 38 lakhs വില വരുന്ന മോട്ടോർ സൈക്കിൾ ഉണ്ട്. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അത് ഒന്നല്ല, എത്രയോ ഒരു വീട്ടില്. എന്നുവെച്ചാൽ പാർക്ക് നമ്മുടെ കംപ്ലീറ്റ് മല മാരുതി കാറിന്റെ പ്ലാന്റ് ഉണ്ടല്ലോ, അതേമാതിരിയാണ് വീട്. എന്തിന്? അല്ല, ഒരു മിനിറ്റ്, നാളെ നമ്മൾ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റുമോ? ആവശ്യത്തിന് പോരെ ഇതൊക്കെ. നാളെ എന്താ സംഭവിക്കുന്നത്? എന്താ കാരണം? എപ്പോഴും നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അതേമാതിരി ഇപ്പൊ വേറൊരു കാര്യം, ഒരു നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെയും ബ്രൈബ്. എനിക്ക് എൻ്റെ നമ്പർ ഇതാണേ, മറ്റേതാണേ. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു സിനിമാ സ്റ്റാർ നമ്മുടെ കേരളത്തിൽ, അവൻ ഇത്ര കോടി വാഹനം മേടിച്ച് ഞാൻ ഇത്ര ലക്ഷം ടാക്സ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പടിച്ചു. ഓക്കെ, എല്ലാവരും ഉണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹിന്ദി ഫിലിം സ്റ്റാർ എല്ലാവരും ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. എന്താ സംഭവിച്ചേ? അവൻ ടാക്സ് അടച്ചു, എല്ലാം അടച്ചു. അതിന് ഇത് കഴിഞ്ഞിട്ടാണ് 2 കൊല്ലം മുമ്പേ സംഭവിച്ചത്. ഈ കാറെല്ലാം മേടിച്ചിട്ട് നടന്ന സംഭവം കൊച്ചിയിലാണ്. ഏതാനും 1 മാസോ 1.5 മാസം കൊണ്ടാണ് വെള്ളപ്പൊക്കം കേരളത്തിൽ. വെള്ളപ്പൊക്കത്തില് അവന്റെ അമ്മ പാത്രത്തില്, വലിയൊരു ചെമ്പ് പാത്രത്തില് ആണ് രക്ഷപ്പെട്ട്. അവിടെ ഈ കാറും വന്നില്ല, യാതൊന്നും വന്നില്ല സഹായിക്കാൻ. അവനെ ആ വെള്ളത്തിൽ മുങ്ങിയിട്ട്, വീടും ഇതെല്ലാം മുങ്ങിയിട്ട്, ആ സ്ഥലം സറൗണ്ടിങ് ഏരിയാസില് വലിയ ചെമ്പിന്റെ ഉള്ളില് ഇരുന്നിട്ട് അങ്ങനെ വെള്ളത്തിന്റെ ഓളത്തിൽ അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അപ്പൊ ഇതൊന്നും ശാശ്വതമല്ല. ചിലത് നമ്മളെ ഈ എന്തൊക്കെ കാട്ടിക്കൊടുക്കുന്ന, അല്ലാണ്ട് ഈ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഒരാള്, വേറെ ഒരു മാനേജ്മെന്റ് എക്സ്പെർട്സ് ഒരു ഇമ്പോർട്ട് ചെയ്തൊരു കാർ 4 കോടി. അന്ന് ഇത് അനവധി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് കേട്ടോ, 5-8 വർഷം മുമ്പേ. 4 കോടിയായിരുന്നു അന്നത്തെ.
ബോംബെയിൽ ഇവിടെ കൊച്ചിയിൽ ഇന്റർനാഷണൽ ടെർമിനൽ ഇതുണ്ട്, ഇവിടെ ആൾറെഡി വല്ലാർപാടം കൊണ്ടുപോയിട്ട് ബോംബെ കൊണ്ടുപോയിട്ട് ഇറക്കി. എന്തിനാ അറിയാം? രസം കേട്ടോളൂ. ഈ കൊച്ചിയിലുള്ള കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളെ വല്ലാർപാടം കണ്ടെയ്നർ ഇതുള്ള സ്ഥലത്ത് ഇവിടെ എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അയാള് ബോംബെയിൽ ഇറക്കിയിട്ട് എന്നിട്ട് അവിടുന്ന് ആ കാർ ഓടിച്ചിട്ട് മഹാരാഷ്ട്ര, അതേമാതിരി ബൽഗാം, കർണാടക, അങ്ങനെ വന്ന് ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇപ്പുറത്ത് വന്നു. ജോലാർപേട്ട, സേലം, ഈരോട്, കോയമ്പത്തൂർ എത്തിയിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ എറണാകുളത്തിനോട് ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, ദാ ഞാൻ ഈ വണ്ടിയും കൊണ്ട് അവിടെ സിവിൽ സ്റ്റേഷനിൽ വരുന്നുണ്ട്, പുതിയ വണ്ടിയാണ്, സാറ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണേ. കലക്ടറേറ്റിൽ നമ്മുടെ സിവിൽ സ്റ്റേഷൻ. അപ്പൊ കോയമ്പത്തൂർ തന്നെ ടെലിഫോൺ ചെയ്തു. കോയമ്പത്തൂർ ഏതായാലും 3-4 മണിക്കൂർ പിടിക്കല്ലോ ഇവിടെ. എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ അവിടെ വന്നു. വേഗം വന്നിട്ട് കലക്ടറേറ്റിനവിടെ എല്ലാവർക്കും ഇത് കാണാൻ, എല്ലാവരും തൊട്ട് നോക്കുക. എല്ലാം വലിയ കാറല്ലേ അന്നത്തെ. ഇന്നിപ്പോ അതിനേക്കാളും എത്രയോ മീതി ഉണ്ട്. അതല്ലേ പറയാം, അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് നോക്കൂ, കലക്ടർ വന്നു, വണ്ടി ഓടിക്കുന്നത് മുഴുവൻ ന്യൂസ് പേപ്പറിൽ വന്നു. അയാൾ ഇത്ര ടാക്സ് അടച്ചു, കാരണം ഇത്ര ലക്ഷം ടാക്സ് അടക്കണം, അതും അടച്ചു. അപ്പോ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി, ഈ വണ്ടി ഏതിനെ ഓടിക്കുകയെന്ന്. കാരണം റോഡ് സോ പുവർ, കാമ്പിളി ഗട്ടറും മറ്റേതൊക്കെയാണ്. ഈ വണ്ടി ഏതിനെ ഓടിക്കുക? ഇത്ര പൊല്യൂട്ടഡ്, ഇത്ര ട്രാഫിക് ഉള്ള റോഡ്. ഞാൻ അപ്പം തന്നെ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് പോയി. ശരിയാണ്, വൈഡ് റോഡ്, ഇപ്പൊ എക്സ്പ്രസ് ഹൈവേ ഇതേമാതിരി ഉണ്ടെങ്കിൽ പോട്ടെ. പക്ഷെ കൊച്ചി മാതിരി നഗരത്തിലെ സോ ഡെൻസിറ്റി, ഏറ്റവും വലിയ ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സിറ്റി അല്ലെ, എവിടെയെങ്കിലും ഓടിക്കുക ഈ വണ്ടി? കാരണം ഒന്ന് സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് സിഗ്നൽ വരും. ആ കംപ്ലീറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ ഒക്കെ കൊച്ചിയിലാണ്, നമ്മുടെ ട്രാഫിക് ജംഗ്ഷൻ വൈറ്റില. ഓക്കെ, അതിനൊക്കെ വണ്ടി ഓടുന്നത്. വണ്ടി മൂവിയില്ല, അവിടെ കിടക്ക ഒരു മണിക്കൂർ, അങ്ങനത്തെ സ്ഥലമാണ്. അപ്പൊ ഞാൻ തന്നെ പോട്ടെ, അതൊക്കെ പോട്ടെ. അവസാനം ഒരു ദിവസം കണ്ടു, വളരെ സോറി ആയിട്ടാണ് ഇത് പറയുന്നത്, ഒരു സന്തോഷം കൊണ്ടല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ, നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ അറിയായിരിക്കും, പക്ഷെ വലിയ ആളാണ് അയാൾ. ഞാൻ എന്തുകൊണ്ട് അതൊക്കെ പറയാന്ന് വെച്ചാൽ, സന്തോഷത്തോടു കൂടിയല്ല, ജനങ്ങളെ മനുഷ്യനെ അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. വലിയനോ ചെറിയനോ ആവാം നിങ്ങൾ, പക്ഷേ ചില സമയത്ത് നമ്മുടെ കയ്യിലല്ല എന്ന്. അതാ, മകനൊരു ദിവസം ബാംഗ്ലൂർ പോകണമായിരുന്നു, ഡയറക്ടറാണ്. ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂർ പോകുമ്പോൾ ഇവിടുന്ന് ആകെ അന്ന് 3000 ഉറുപ്പ്യ പോലും ഇല്ല കൊച്ചി, ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന്. അയാൾ പറഞ്ഞില്ല, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകണമെന്ന്. 3000 ഉറുപ്പ്യ പോലും ഇല്ല അന്ന്. ബാംഗ്ലൂർ ജസ്റ്റ് 45 minutes or 50 minutes, കൊച്ചി നെടുമ്പാശ്ശേരി ടു ബാംഗ്ലൂർ 50 മിനിറ്റിനടുത്തും. എത്രയോ പ്രാവശ്യം ഞാനും പോയതാണ്. അതിന് പകരം അയാൾ വണ്ടി ഓടിച്ചു പോയി ബാംഗ്ലൂർക്ക്. ഹി കുഡ് നോട്ട് റീച്ച് ബാംഗ്ലൂർ, ട്രക്ക് കയറി മരിച്ചു. എന്താ, ഇതാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനകരമായിട്ട്, വെൽഫെയർ ആയിട്ട് എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ. അതേമാതിരി ഇന്നത്തെ മാത്രം റിസോഴ്സസ് നോക്കിയാൽ പോരാ, നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇവിടെ പറയുന്ന മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇപ്പം അത് ഞാൻ പറയുന്നതൊക്കെ ഹാർമണി, എൻഹാൻസ് ബോത്ത് കറന്റ് ആൻഡ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ. അപ്പോൾ ഫ്യൂച്ചറിലും ഇതേമാതിരി ആസ്പിറേഷൻസ്, ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, adopting the principle of sustainable development would necessarily require a fundamental change in thinking. അതുകൊണ്ട് മനുഷ്യരുടെ തിങ്കിങ് ഡിഫറെൻ്റ് ആയിരിക്കണം, സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, പണ്ട് യുദ്ധം, വിയറ്റ്നാം വാറ് 7 കൊല്ലം, നമ്മുടെ പാകിസ്ഥാൻ, ഇന്ത്യ
ഏതാനും 14 ദിവസം ഒറ്റ സംതിങ് ഉണ്ടായിരുന്നു. ഓക്കെ, ബംഗ്ലാദേശ് ഇതേമാതിരിയുള്ള ഇതൊക്കെ. ഇന്ന് യുദ്ധം ചെയ്യുമ്പോൾ 5 മിനിറ്റ് വേണ്ട. കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. മനസ്സിലായില്ലേ? ഇന്ത്യ വളരെ ഡേഞ്ചറസ് പൊസിഷനിലായിരിക്കുന്നത്. കാരണം ഇന്ത്യ വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്, വളരെ സ്ട്രോങ് കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ സറൗണ്ടിങ് ഏരിയ ഒന്ന് ആലോചിച്ച് നോക്കൂ, ന്യൂക്ലിയർ ഉള്ള രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തിങ്കിങ് പ്രോസസ് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ്. വളരെ മനുഷ്യ വേണ്ടിയിട്ട് ഒരുത്തനും, നിങ്ങൾക്കറിയാമല്ലോ നാഗസാക്കി ഹീരോഷിമയിൽ എന്താണ്ട് ഇന്നും പുല്ല് പോലും മുളകില്ല അവിടെ. ആ നാഗസാക്കി ഹീരോഷിമയിൽ ബോംബ് ഇട്ടത് പുല്ല് എത്ര 45 42 എന്നത് 45 അല്ലേ? ആ സ്ഥലത്ത് പുല്ല് പോലും മുളക്കില്ല. അതേമാതിരി ആണ് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അപ്പൊ ഇതിന്ന് എന്താ പഠിക്കുന്നത്? സോ ഇത് നമ്മളൊരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ വളരെ വളരെ ശ്രദ്ധാപൂർവം ഡിപ്ലീഷൻ ആൻഡ് പൊല്യൂഷൻ, അതായത് ഇല്ലായ്മയായി, ഡിപ്ലീഷൻ പറയുമ്പോഴേ പൊല്യൂഷൻ, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയാണ്. കാരണം ഈ ആസ്തമ, മറ്റേ ഇത്, TB, ഇതൊക്കെ ഷോർട്ട് ടേം ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ നോക്കേണ്ട എപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഡാറ്റ മസ്റ്റ് ടേക്ക് അക്കൗണ്ട് ദ ഫ്യൂച്ചർ നീഡ് ഓൺ പാർ വിത്ത്. നമ്മൾ ഇപ്പോഴത്തെ നോക്കണം, ഫ്യൂച്ചറിലത്തെ നോക്കണം. മനസ്സിലായില്ലേ? സോ സിമിലർലി ടു കോപ്പ് വിത്ത് ദ ഗ്രോയിങ് പ്രോബ്ലം, ലാൻഡ് പ്രഷർ. സ്ഥലമില്ല. ചിലയിടത്ത് വേണ്ടത്ര സ്ഥലമുണ്ട്. ഇപ്പൊ ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, മധ്യപ്രദേശ് വേണ്ടത്ര. കേരളത്തിലില്ല, ഗോവയിലില്ല, ബോംബെയിലില്ല. അപ്പൊ പ്രഷറുണ്ട്. 1,30,00,000 40 ലക്ഷം എന്നാണ് ബോംബെയിൽ പോപ്പുലേഷൻ. എവിടെ ജനങ്ങൾ ജീവിക്കുന്നത്? 7 ചെറിയ ഐലൻഡ് കൂടി തന്നെ ബോംബെ. യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് കൊച്ചി, again surrounded by Vembanad Kayal and Arabian Sea. Pressure, population increasing like anything. ഈ വരുന്ന ആളുകൾ എവിടെ ജീവിക്കുന്നത്? അപ്പോൾ പ്രഷർ ഉണ്ട്. അപ്പോൾ ഇറ്റ് നെസസറി ടു ചെക്ക് ആൻഡ് കൺട്രോൾ ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. എൻഷുർ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം. അതായത് ഈ വരവും പോക്കും ജനനവും മരണവും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പിന്നെ എൻഷുർ എന്ന് വെച്ചാൽ മരിക്കുന്നല്ല പറയുന്നത് കേട്ടോ. എൻഷുർ ബാലൻസ്ഡ് ലൈഫ് സ്റ്റോക്ക്, പിന്നെ കന്നുകാലികള്. അപ്പൊ ഇതൊക്കെ മനുഷ്യ സമൂഹത്തിന് ആവശ്യമല്ലേ ഇതൊക്കെ. ആൻഡ് കൺട്രോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം. ഇനി അതേമാതിരി ഇതിന്റെ സോഷ്യൽ, ഇവിടെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്. അതെന്താണെന്ന് വെച്ചാൽ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഇൻ ദ ഫോം ഓഫ് പോവർട്ടി റിഡക്ഷൻ, ജെൻഡർ ഈക്വിറ്റി ആൻഡ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ. പണം ഒരുത്തനല്ല, എല്ലാവർക്കും അതേമാതിരി ജീവിക്കാൻ അനുവദിക്കുക. നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അല്ലാണ്ട് നമ്മുടെ സുഖത്തിൽ മാത്രം നമ്മൾ ഇരിക്കരുത്. അതാണ് പറയുന്നത്. സോ റീഡിസ്ട്രിബ്യൂഷൻ വാസ് ക്രൂഷ്യൽ ടു formulating strategies for environmental conservation and that environmental limits to economic growth. ഇതൊന്നും ഇല്ലെങ്കിൽ എവിടുന്ന് എക്കോണമി? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇതേമാതിരിയുള്ള സ്ഥിതി നോക്കിക്കോളൂ. ചിലയിടത്ത് ഭൂമി കുലുക്കം, ചിലയിടത്ത് വേറെന്തെങ്കിലും വാറ്. ഇതൊക്കെ ആകുമ്പോൾ എവിടെ ഗ്രോത്ത് ഉണ്ടാവണം, ഡെവലപ്മെന്റ് എവിടെ ഉണ്ടാവണം? എവിടെ? അഫ്ഗാനിസ്ഥാൻ ടേക്ക് ദ എക്സാമ്പിൾ. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കണ്ടു ഫോട്ടോ. കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം, പഠിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുട്ടികൾ പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമേ പാടുണ്ടോ, കോളേജ് എഡ്യൂക്കേഷൻ വേണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? അപ്പൊ ഓരോരുത്തരുടെ എൻവയോൺമെന്റ് ഓരോ രാജ്യത്ത് ഓരോ വിധത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മളിപ്പോ ആരെയും കുറ്റം പറയല്ല കേട്ടോ. ഓരോരുത്തരുടേതാണ് രീതിയാണ്, അതിന് കുറ്റം പറയല്ല. സോ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രിയലൈസിങ് സൊസൈറ്റീസ്, നമ്മളും അതെ ഇൻഡസ്ട്രി അതൊരു ഇതായിരിക്കണം നമുക്ക് നാളെ നമ്മുടെ ജനത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതായി. പിന്നെ അപ്പൊ ഗ്ലോബൽ എഫക്ട്സ്, എൻവയോൺമെന്റൽ ഡീകേ റിഫ്ലക്റ്റഡ് എമംഗ്, അതൊക്കെ പറഞ്ഞു. സോയിൽ എറോഷൻ, നമ്മുടെ കടലിലേക്ക് നദീതീരത്ത് മുഴുവൻ എറോഷൻ, ഭൂമി കൈയടക്കാണ്. ഇത്
കരയെടുക്കുകയാണ്. ചില വില്ലേജ് തന്നെ ഇറക്കി കൊണ്ടുപോകുന്നു കടല്, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ. അപ്പൊ എന്താ ഓഷ്യൻ പൊല്യൂഷൻ? ഓഷ്യൻ പൊല്യൂഷൻ പറഞ്ഞാൽ തന്നെ നമ്മുടെ ഓയിൽ, ഷിപ്പിൽ വരണ ഓയിൽ വെള്ളത്തില്, അതേമാതിരി വേറെ പ്ലാസ്റ്റിക്, അതേമാതിരി തോന്നിയ മാതിരി നമ്മുടെ ഈ വെള്ളത്തിനെ മോശമായിട്ട് നമ്മള് എന്താ പറയണ്ടേ, എത്രത്തോളം മലിനാക്കുക അത്. അതുകൊണ്ട് തന്നെ അതിൽ വളർന്ന ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകും, ചില സമയത്ത് ചത്തുപോകും മത്സ്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഓഷ്യൻ പൊല്യൂഷൻ, ഓസോൺ ലെയർ, വായു. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഡിസ്ട്രക്ഷൻ. പിന്നെ നമ്മുടെ ഫ്ലഡിങ്, സോഷ്യൽ ഡൈമെൻഷൻ, ഫ്ലഡ് പറയണ്ടല്ലോ, എക്കണോമിക് ഡൈമെൻഷൻ. അപ്പൊ ഇതൊക്കെ ഫ്ലഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ എക്കണോമിയുടെ കാരണം പൈസ വിടുന്നുണ്ടാവും നമ്മൾ ജീവിക്കാൻ. കാരണം ഒരു ഭൂമി ഉത്കണ്ഠയുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഭൂമി ഉത്കണ്ഠ എത്ര പേരാണ് മരിക്കണമെന്ന് അറിയില്ല. അതൊന്ന് രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എത്ര ടൈം എടുക്കും. എൻവയോൺമെന്റൽ ഡൈമെൻഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ നമ്മുടെ പൊല്യൂഷൻ ബോർഡ് ഉണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇതെല്ലാം നോക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പ്രോപ്പറായി എഫക്ട് ചെയ്യണം, കംപ്ലീറ്റ് ഫങ്ഷൻ ചെയ്യണം. അതിന് ഫങ്ഷൻ ചെയ്യാൻ ഗവൺമെന്റ് അനുവദിക്കും വേണം. രാഷ്ട്രീയം അവിടെ പാടില്ല. എക്സ്പേർട്സും എല്ലാം കൂടി നമുക്ക് എന്തെല്ലാം വിധത്തിൽ നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ. പിന്നെ സോ കൺസർവേഷൻ ഓഫ് എക്കോസ്, അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോ ഇവിടെ ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്കോസിസ്റ്റം കൺസർവ് ചെയ്യും. നമ്മുടെ ഭൂമിശാസ്ത്രം, നമ്മുടെ ഗ്രീനറി, മറ്റേതൊക്കെ ജീവജാലങ്ങൾ, നദികൾ എല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യണം. കാട് വേണം. ഇത് ഈ ഫോറസ്റ്റ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാ? ഫോറസ്റ്റാണ് നമുക്ക് മഴ തരുന്നത്. പക്ഷെ ജീവജാലങ്ങള് ഇതെല്ലാം പക്ഷികളും മൃഗങ്ങളും എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഈ ഭൂമിയിലേ. അപ്പൊ അതിനൊക്കെ പിന്നെ അപ്പൊ അതുകൊണ്ട് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി, പോപ്പുലേഷൻ കൺട്രോൾ, കൺസർവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതേമാതിരി എല്ലായാലും സിറ്റിസന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ഇന്റർനാഷണൽ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗ്രീൻ ഹൗസ് കാർബൺ ഇത് നമ്മൾ ആവശ്യമില്ലാത്ത ഈ പൊല്യൂഷൻ ഉണ്ടല്ലോ അത് നമ്മൾ കമ്മിയാക്കണം. ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മളെ. പിന്നെ പ്രൊജക്ട്, അതേമാതിരി സൺ, വിൻഡ്, വാട്ടർ, ഇതൊക്കെ റിന്യൂവബിൾ എനർജി ഉണ്ട് ഇതിൽ. അത് നമ്മളെ ഇപ്പൊ അറിയാലോ, ഇപ്പോഴത്തെ സോളാർ എനർജി, മറ്റേതൊക്കെ വിൻഡ് എനർജി, ഇതൊക്കെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. കാരണം കോൾ യൂസ് ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ ഉണ്ടാവും. കോള് 100 കൊല്ലത്തെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അത് ലോകം തന്നെ വീക്ഷിക്കണം. കാരണം ഇതെല്ലാം കത്തിച്ചാൽ നമ്മുടെ എയർ പൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ജനങ്ങൾക്ക് ഹാനികരമാകും. അപ്പൊ മറ്റുള്ള റിസോഴ്സസ്, റിന്യൂവബിൾ എനർജി നോക്കണം. കണ്ടെയ്നിങ് ദ റേറ്റ് ഓഫ് കൺസംഷൻ ഫ്രം പ്രൊഡക്ഷൻ റിന്യൂവബിൾ, അതാണ് ഇത്. അപ്പോ വേറെ ഇതിൽ പറയാനുള്ളത്, നമ്മളെ we can say that traditional economic and industrial approaches are often incompatible with sustain. നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് പിന്നെ 17 ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ, അത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ്. അതെന്താണ്? 0 ഹങ്കർ, പട്ടിണിയില്ലാതെ നല്ല ഭക്ഷണം, അതേമാതിരി ആരോഗ്യം, എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വിറ്റി, ക്ലീൻ വാട്ടർ, അഫോർഡബിൾ ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക്, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് പിന്നെ ഇത്. ഓക്കെ, നോ ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ ഈസ് വൈറ്റൽ. ലോകത്തിലെ മറ്റുള്ള ദൂരോടും എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും പ്രത്യേക ഇത് വരുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായങ്ങൾ ആവശ്യമാണ്, ഇല്ലേ? ഓരോ രാജ്യങ്ങളിൽ ഇപ്പൊ ശ്രീലങ്കയിൽ വന്നപ്പോൾ നമ്മൾ സഹായിച്ചു, അതേമാതിരി നമ്മളെ അത് സഹായിക്കാറുണ്ട്. വാട്ട് ഈസ് റിക്വയർഡ് ഈസ് എ മോർ ഇന്റിഗ്രേറ്റഡ് അപ്രോച്ച്. വളരെ ടുഗദർനെസ് വേണം ടുവേർഡ്സ് എവോൾവിംഗ് ഇന്റർനാഷണൽ എൻവയോൺമെന്റ് സിസ്റ്റം. ലോകത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ എല്ലാം കോപ്പറേഷനോട് കൂടി നമ്മുടെ യുണൈറ്റഡ് നേഷൻസും എല്ലാം ഉണ്ട്. അത് വളരെയധികം. പിന്നെ ഗ്രോത്ത് ആൻഡ് എക്കണോമിക് വെൽബീയിങ് ആർ എസെൻഷ്യൽ. ഗ്രോത്ത് വളരെ ആവശ്യമാണ്, പ്രീ റിക്വസിറ്റ് ആണ്. എങ്കിലേ ജനങ്ങളുടെ പ്രോസ്പെരിറ്റി, ലോകത്തിന്റെ പ്രോസ്പെരിറ്റി, രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റി, ഇതെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. സോ വി നീഡ് ടു റിമെമ്പർ, മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് പറയണ്ടായി അനവധി കൊല്ലങ്ങൾക്ക് മുമ്പേ, നമ്മുടെ ഇതില് അനവധി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എല്ലാണ്ട്, നമ്മുടെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിലെല്ലാം ഉണ്ട്. പക്ഷേ ഗ്രീഡ് കൂടുതലായാൽ
അത് വിനാശം, അതായത് ഹാനികരമായിട്ട് പരിണമിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ദിസ് ഇസ് ഓൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.